ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയ്ക്ക് കട്ടയ്ക്കൽ വിസിൽ മുഴങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കളിക്കളത്തിന് പുറത്ത് ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഇത്തവണ ചർച്ചയുടെ കേന്ദ്രബിന്ദു ഇന്ത്യൻ ടീമിന്റെ നായകൻ സൂര്യകുമാർ യാദവോ തിരിച്ചെത്തിയ ഹാർദിക് പാണ്ഡ്യയോ ഒന്നുമല്ല, മറിച്ച് ടീമിലില്ലാത്തൊരു പേരാണ് റിങ്കു സിംഗ്. ഇന്ത്യൻ T20 ക്രിക്കറ്റിലെ ഏറ്റവും വിശ്വസ്തനായ ഫിനിഷർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റിങ്കു സിംഗിനെ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ നിന്ന് ഒഴിവാക്കിയത് ആരാധകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ജസ്റ്റിസ് ഫോർ റിങ്കു ഹാഷ്ടാഗുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ നായകൻ സൂര്യകുമാർ യാദവ് എന്ത് മറുപടി നൽകും എന്നതായിരുന്നു ഏവരും ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ തന്ത്രപരമായ മറുപടികളിലൂടെയും അല്പം തമാശ കലർത്തിയും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് സൂര്യ ചെയ്തത്. റിങ്കുവിന്റെ അഭാവം ടീം ഇന്ത്യയുടെ പുതിയ നയത്തിന്റെ ഭാഗമാണോ? നമുക്ക് പരിശോധിക്കാം. പരമ്പരയ്ക്ക് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട സൂര്യകുമാർ യാദവിന് നേരെ സ്വാഭാവികമായും ഉയരുന്ന ആദ്യ ചോദ്യങ്ങളിലൊന്ന് റിങ്കു സിംഗിനെ കുറിച്ചായിരുന്നു. എന്നാൽ ഇതിന് നേരിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ സൂര്യ തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ്. വളരെ തന്ത്രപരമായി, എന്നാൽ അല്പം പരിഹാസം കലർത്തിയുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. ടീമിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങളെക്കാൾ മുൻപേ നിങ്ങൾ മാധ്യമപ്രവർത്തകർ അറിയാറുണ്ടല്ലോ എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് സൂര്യയുടെ മറുപടി. ടീം സെലക്ഷൻ വാർത്തകൾ പലപ്പോഴും ഔദ്യോഗിക പ്രഖ്യാപനത്തിനു മുൻപേ മാധ്യമങ്ങളിൽ വരാറുള്ളതിനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു സൂര്യയുടെ ഈ കൗണ്ടർ. എന്നാൽ അതൊരു തമാശയായി കണ്ട് ചിരിച്ചു തള്ളാമെങ്കിലും റിങ്കുവിനെ ഒഴിവാക്കിയതിനു പിന്നിലെ വ്യക്തമായ ക്രിക്കറ്റിംഗ് കാരണം വിശദീകരിക്കാൻ നായകൻ മടിച്ചു എന്നത് ആരാധകരുടെ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ടീം കോമ്പിനേഷൻ പ്ലാനുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിച്ചു. റിങ്കു സിംഗിനെ പോലൊരു പ്യുവർ ഫിനിഷറെ ഒഴിവാക്കാൻ ടീം മാനേജ്മെന്റ് കണ്ടെത്തുന്ന ന്യായീകരണം ടീം ബാലൻസ് എന്നതാണ്. സൂര്യകുമാർ യാദവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നതും അതാണ്. നിലവിൽ ഇന്ത്യൻ T20 സെറ്റപ്പിൽ ഓൾറൗണ്ടർമാർക്ക് നൽകുന്ന അമിത പ്രാധാന്യമാണ് റിങ്കുവിന് തിരിച്ചടിയാകുന്നത്. റിങ്കുവും ഹാർദിക് പാണ്ഡ്യയും താരതമ്യം ചെയ്യപ്പെടേണ്ടവരല്ല. ഹാർദിക് ഒരു ഓൾറൗണ്ടർ ആണ്. അതുപോലെ ശിവൻ ദുബൈയും ടീമിലുണ്ട്. പിന്നെ എങ്ങനെയാണ് റിങ്കുവിനെ ഉൾപ്പെടുത്തുക എന്ന സൂര്യയുടെ ചോദ്യം വിരൽ ചൂണ്ടുന്നത് ടീമിന്റെ പുതിയ ഘടനയിലേക്കാണ്. ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തിയതോടെ ആറാം ബൗളർ എന്ന ഓപ്ഷൻ ടീമിന് ലഭിക്കുന്നു. ശിവൻ ദുബൈയും ബാറ്റിംഗിനൊപ്പം മീഡിയം പേസ് എറിയാൻ കെൽപ്പുള്ള താരമാണ്. ഇവർ രണ്ടുപേരും പ്ലേയിങ് 11-ൽ വരുമ്പോൾ ബാറ്റിംഗ് മാത്രം ചെയ്യുന്ന റിങ്കുവിനെ ഉൾപ്പെടുത്താൻ സ്ഥലമില്ലാതെ വരുന്നു എന്നതാണ് മാനേജ്മെന്റ് ഭാഷ്യം. T20 ക്രിക്കറ്റിൽ 6 അല്ലെങ്കിൽ 7 ബൌളിംഗ് ഓപ്ഷനുകൾ വേണമെന്ന നിർബന്ധ ബുദ്ധി കോച്ചിങ് ഗൗതം ഗംഭീറിനും മാനേജ്മെന്റിനും ഉണ്ടെന്ന് വ്യക്തം. ഇമ്പാക്ട് പ്ലെയർ നിയമം ഇല്ലാത്ത അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പന്തെറിയാൻ കഴിയാത്ത ബാറ്റ്സ്മാൻമാർക്ക് ഇനി അവസരം കുറയുമെന്നാണോ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? എങ്കിൽ അത് റിങ്കുവിനെ പോലുള്ള സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർക്ക് വലിയ വെല്ലുവിളിയാണ്. സൂര്യകുമാർ യാദവ് വാർത്താ സമ്മേളനത്തിൽ ഊന്നിപ്പറഞ്ഞ മറ്റൊരു കാര്യം ബാറ്റിംഗ് പൊസിഷനുകളിലെ വഴക്കമാണ്. 3 മുതൽ 7 വരെയുള്ള ഏത് സ്ഥാനത്തും ബാറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ബാറ്റർമാർക്ക് കഴിയും. അതിൽ നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം, സൂര്യ പറഞ്ഞു. ഇതിനർത്ഥം ഒരു നിശ്ചിത ബാറ്റിംഗ് പൊസിഷൻ ആർക്കും അവകാശപ്പെടാനില്ല എന്നാണ്. സഞ്ജു സാംസൺ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബൈ, റിയാൻ പരാഗ് തുടങ്ങിയവരെല്ലാം ബാറ്റിംഗ് ഓർഡറിൽ എവിടെയും കളിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. ഇവർക്കെല്ലാം പന്തെറിയാൻ സാധിക്കും. എന്നാൽ റിങ്കു സിംഗ് ഒരു സ്പെഷ്യലിസ്റ്റ് ഫിനിഷറാണ്. ടോപ്പ് ഓർഡറിൽ കളിപ്പിക്കാൻ സാധിക്കാത്ത, എന്നാൽ അവസാന ഓവറുകളിൽ മത്സരം ജയിപ്പിക്കാൻ കഴിവുള്ള അപൂർവ താരം. എന്നാൽ ടീം ഇന്ത്യ ഇപ്പോൾ തിരയുന്നത് ഫ്ലോട്ടർമാരെയാണ്. ബാറ്റിംഗിനൊപ്പം ബൌളിംഗും നൽകുന്ന, ഏത് പൊസിഷനിലും ഇറങ്ങുന്ന താരങ്ങളെ. ഈ മൾട്ടി യൂട്ടിലിറ്റി താരങ്ങളുടെ കുത്തൊഴുക്കിൽ റിങ്കു എന്ന സ്പെഷ്യലിസ്റ്റ് മുങ്ങിപ്പോവുകയാണോ? കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ റിങ്കു സിംഗിന്റെ ഗ്രാഫ് താഴോട്ട് പോയത് അദ്ദേഹത്തിന്റെ പ്രകടനം മോശമായതുകൊണ്ടല്ല, മറിച്ച് അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണെന്ന് കാണാം. 2023-ൽ ഇന്ത്യൻ ടീമിലെ ഏറ്റവും സ്ഥിരതയുള്ള താരമായിരുന്നു റിങ്കു. ഏത് വമ്പൻ ടോട്ടലും ചേസ് ചെയ്യാൻ റിങ്കു ക്രീസിലുണ്ടെങ്കിൽ സാധിക്കുമെന്ന് ആരാധകർ വിശ്വസിച്ചിരുന്നു. എന്നാൽ T20 ലോകകപ്പിന് ശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഓൾറൗണ്ടർമാർക്ക് പ്രാധാന്യം നൽകുന്ന തന്ത്രം വന്നതോടെ റിങ്കു പലപ്പോഴും ബെഞ്ചിലായി. കഴിഞ്ഞ 2 പരമ്പരകളിലായി വെറും ഒരൊറ്റ മത്സരത്തിൽ മാത്രമാണ് റിങ്കുവിന് പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചത്. അവസരം ലഭിച്ചപ്പോഴൊക്കെ മോശമല്ലാത്ത പ്രകടനം പുറത്തെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്നിട്ടും വീണ്ടും പുറത്തിരിക്കേണ്ടി വരുന്നത് ഒരു യുവ താരത്തെ സംബന്ധിച്ചിടത്തോളം മാനസികമായി തളർത്തുന്ന കാര്യമാണ്.
സൂര്യയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ രോഷം അടങ്ങിയിട്ടില്ല. ഒരു മാച്ച് വിന്നറെ പുറത്തിരുത്തിയാണോ നിങ്ങൾ പരീക്ഷണം നടത്തുന്നത് എന്നാണ് ഭൂരിഭാഗം പേരും ചോദിക്കുന്നത്. ശിവം ദുബെയെയും ഹർദിക്കിനെയും ഒരേ സമയം കളിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഹർദിക്കുള്ളപ്പോൾ ദുബൈക്ക് പകരം ഒരു പ്യുവർ ഫിനിഷറായ റിങ്കുവിനെ കളിപ്പിക്കുന്നതല്ലേ ടീമിന് ഗുണകരം? പ്രത്യേകിച്ചും ദക്ഷിണാഫ്രിക്കയിലെ ബൗൺസുള്ള പിച്ചുകളിൽ റിങ്കുവിന്റെ ബാക്ക് ഫുട്ട് ഗെയിം ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. മാധ്യമങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ് സൂര്യകുമാർ ഒഴിഞ്ഞുമാറിയെങ്കിലും ഉത്തരം കിട്ടാത്ത ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. റിങ്കുവിനെ പോലൊരു പ്രതിഭയെ ടീം ഘടനയുടെ പേരിൽ ബലികഴിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന് ഗുണകരമാണോ? സ്പെഷ്യലിസ്റ്റുകളെ ഒഴിവാക്കി എല്ലാവരും ഓൾറൗണ്ടർമാരാകുന്ന ടീം സമ്മർദ്ദഘട്ടങ്ങളിൽ പതറുമോ? കട്ടക്കിൽ മത്സരം ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് കണ്ടറിയണം. സൂര്യകുമാർ യാദവ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ മാധ്യമങ്ങൾ പ്രവചിച്ചതുപോലെ തന്നെ നടക്കുമോ? അതോ റിങ്കുവിനെ ഉൾപ്പെടുത്തി സൂര്യൻ ഞെട്ടിക്കുമോ? എന്തായാലും ടീം ബാലൻസിനെ കുറിച്ചുള്ള ക്യാപ്റ്റന്റെ കാഴ്ചപ്പാട് വ്യക്തമാണ്. ബൗളിംഗ് അറിയാത്തവർക്ക് കാര്യങ്ങൾ കടുപ്പമാണ്. ഈ തന്ത്രം ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യക്ക് പരമ്പര നേടിക്കൊടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.